തിരുമേനി ഇന്ന് ഈ വീട്ടിൽ നടക്കുന്ന ചടങ്ങിന് വരരുത്. ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നത് തെറ്റാണെന്ന് തിരുമേനി വർമ്മ സാറിനൊന്ന് വിളിച്ചു പറയണം. ഈശ്വര, താൻ എന്താ രാജു പറയുന്നേ? നുണ പറയാനോ? അതും ഒരു ശുഭകാര്യം മുടക്കാൻ വർമ്മ സാറിനോട്. തിരുമേനി ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഇതൊരു അപേക്ഷയാണ്. ഈ ചടങ്ങ് നടക്കാൻ പാടില്ലാത്ത. ഞാനിങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് ഞാൻ തിരുമേനിയെ നേരിട്ട് വന്നു കണ്ട് പറയാം. തിരുമേനി എന്നെ സഹായിക്കണം. തിരുമേനിക്ക് ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റൂ. താൻ എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയല്ലോ രാജു. എന്തോ കാരണമുണ്ടെന്ന് പറയുമ്പോ ശരി, അങ്ങനെ ആയിക്കോട്ടെ. നന്ദിയുണ്ട് തിരുമേനി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ തിരുമേനി ഒന്ന് കാണാം. ശരി. ഇതെന്താ മാഡം അണിഞ്ഞൊരുങ്ങിയത് എങ്ങോട്ടാ? എന്തോ പൂജയുണ്ടെന്നും ഒരുങ്ങി റെഡിയായി വരാനും അപ്പൂനോട് അമ്മായി പറഞ്ഞു വിട്ടിരുന്നു. പൂജ? എന്തിനാ പൂജ അംബിക മാഡം നടത്താൻ പോകുന്നെന്ന് ഋതിക മാഡത്തിന് അറിയോ? ഇല്ല. എന്നെ കൊണ്ട് വീണ്ടും ഋതിക മാഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ, അതും വർമ്മ സാറിന്റെ മുന്നിൽ വെച്ച്. അയ്യോ രാജു, അതെങ്ങനെ ശരിയാവും? ആ, അങ്ങനെ രാജു എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഞാൻ ശരിക്കും രാജുവിന്റെ ഭാര്യയാവില്ലേ? അതെ. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുന്ന മാഡത്തിന് തോന്നുന്നുണ്ടോ? മാഡം പേടിക്കണ്ട, ആ ചടങ്ങേ നടക്കില്ല. എനിക്ക് സമാധാനായി. ചടങ്ങ് നടക്കില്ലല്ലോ, ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ് മാഡം. എങ്കി രാജുവാ, അമ്മായിയുടെ പ്ലാന് നടക്കാതെ അമ്മായി നിന്ന് ചമ്മുന്നത് എനിക്കൊന്ന് കാണണം. വാ രാജു. മാഡം, അവരുടെ നുണയുടെ ആയുസ് ഇന്ന് തീരുമല്ലേ അമ്മേ? പിന്നെ ഇന്ന് ഈ വീട്ടിലെ ഒരു കൊട്ടിക്കലാശം നടക്കും. അതിനുശേഷം എന്തും സംഭവിക്കാം. ചിലപ്പോ ഇന്ന് തന്നെ അവള് നിന്റെ കൈവെള്ളയിൽ വരും മോനെ. ഇന്നലെ അമ്മ പറഞ്ഞപ്പോ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ നല്ല കോൺഫിഡന്റ്. അമ്മയുടെ ബുദ്ധിയുണ്ടല്ലോ. അമ്മ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ ചുരുങ്ങിയ കാലം കൊണ്ട് അമ്മ ഈ രാജ്യം ഭരിക്കും. ശേഖര, പ്രതാപൻ എവിടെ? ചേട്ടനൊരു കോളില്ല, ഇപ്പൊ വരും. രണ്ടാളുവേ ഇങ്ങോട്ട് വന്ന് നിന്നേ. പൂജയ്ക്കുള്ള സമയമായി. അല്ല, പൂജാരി എത്തില്ലേ ചേച്ചി? അദ്ദേഹം വരാന്ന് പറഞ്ഞ സമയമായി. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലോ. അകലെ